എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ 1 കിലോ ബീഫിൻ്റെ കണക്കാണ്. അപ്പോൾ ഞാൻ ബീഫൊക്കെ നന്നായി ബീഫിലെ ബ്ലഡ് പോകാനായിട്ട് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ടെങ്കിൽ ആ ബ്ലഡെല്ലാം നന്നായി പോയി നന്നായിട്ട് ക്ലീനായി കിട്ടും. അപ്പോൾ ഞാൻ ഈ ബീഫിൻ്റെ അകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇച്ചിരി ഉപ്പും ഇട്ട് നന്നായി കൈ കൊണ്ട് തിരുമ്മിയിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ പിച്ചാത്തിക്ക് വാത്തലയില്ലായിരുന്നു, ഞാൻ അതിനൊന്ന് വാത്തലയൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അതിൻ്റെക്കുള്ള ടൊമാറ്റോയും സവാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അത് ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ചു. ഒരു അരമുറി തേങ്ങ ഒന്ന് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതൊരു ഇച്ചിരി ഒന്ന് മൂത്ത് വന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഇത്രയും വെളുത്തുള്ളിയും ഇത്രയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി വലിയ അല്ലി ആയതുകൊണ്ട് ഞാനത് രണ്ടായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 300 ഗ്രാം സവാള ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഇതിന് പകരം കൊച്ചുള്ളി ചേർക്കാം, അല്ലെങ്കിൽ പകുതി സവാളയും കൊച്ചുള്ളിയായിട്ട് ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു എങ്കിലും ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി നേരം ഇത് അടച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ സവാളയെല്ലാം വഴന്ന് വന്നിട്ട് ഞാൻ ഇതിലേക്ക് വലിയൊരു ടൊമാറ്റോയുടെ ചേർത്തിട്ടുണ്ട്. അതോടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ഒന്ന് പെട്ടെന്ന് വാടി വരെ ഞാൻ ഇത് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണും ഒരു ഇച്ചിരി കൂടെ 1.25 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി. ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് ചെറിയ തീയിൽ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ ഞാനൊരു 5-6 വിസിലടിച്ചെടുത്ത് വെന്ത ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഒത്തിരി ചാറായിട്ടല്ല എടുക്കുന്നത്, ഇത്തിരി പെരട്ടി മസാല പോലാണ് എടുക്കുന്നത്. എന്നാലും ഞാൻ കുക്കർ കഴുകി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫൊക്കെ വെന്തതാണ്, എന്നാലും ഈ മസാലയ്ക്കകത്ത് കിടന്ന് അതൊന്ന് വെന്ത് ആ ബീഫിൻ്റെ അകത്ത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ ഞാനിതൊന്ന് തിളച്ചിട്ട് ഒരു തിള ഇങ്ങനെ വരുന്നത് കാണാമല്ലോ നമുക്ക്. ആ സമയമാണ് ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചേക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മസാലയെല്ലാം നല്ലതായിട്ട് ബീഫിൽ പിടിച്ച് ബീഫൊക്കെ നന്നായി വേവുകയും ചെയ്ത് ലാസ്റ്റിൽ ഇതിന് കടുക് വറുത്ത് ചേർക്കും. അപ്പോൾ കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. നിങ്ങൾ മൊത്തത്തിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഓയിൽ ഒഴിച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റിലാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് നല്ല ഫ്രഷ് 1-2 കറിവേപ്പില ഇട്ടതിന് ശേഷം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർക്കാം. ഞാൻ സവാള ചേർത്തതേ, കൊച്ചുള്ളി ഇല്ലായിരുന്നു. അത് നമ്മുടെ ബീഫിൽ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ ബീഫിന് കടുകൊക്കെ വറുക്കുമ്പോൾ ചില കമൻസ് വരും ഞങ്ങൾ കടുക് വറുക്കാറില്ലെന്ന്. പക്ഷേ കടുക് വറുത്തൊന്ന് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ ഇച്ചിരിയും കൂടെ ഒന്ന് ഡ്രൈ ആകുമേ. അപ്പോൾ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.